ഹായ്, ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യാം? അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവർ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് നിന്നിട്ട് പോവാം. കാണണമെന്നില്ല. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം. ഈ സബ്സ്ക്രിപ്ഷൻ മോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അത് ആക്റ്റീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഒരു ഡാഷ്ബോർഡ് എന്ന ഭാഗം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മേലെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് കാണാൻ പറ്റും. നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ, സ്റ്റാർ, പിന്നെ പാർട്ട്ണർഷിപ്പ് കാർഡ് അങ്ങനെയുള്ള കാണാൻ പറ്റും. അതൊക്കെ ഓൾറെഡി കിട്ടുള്ള കാര്യം കൂടെ അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാം, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഈ യൂട്യൂബിൻ്റെ ഒരു സംഭവം പോലെ തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ താഴെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അത് ആക്റ്റീവ് ക്ലിക്ക് ചെയ്യും. ആക്റ്റീവ് ക്ലിക്ക് ചെയ്തിട്ട് മെല്ലെ മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് നമ്മുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഏറ്റെടുക്കാൻ പറ്റുന്നു അതൊന്ന് നോക്കാം. അതിൽ നമുക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് പ്രൈസുകളുണ്ട്. അതായത് 89, 179 അങ്ങനെ ഒരുപാട് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ആ ഒരു പ്രൈസ് തന്നെയാണ് ഫസ്റ്റ് കിടക്കുന്ന ആ ഒരു പ്രൈസ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എക്സെപ്റ്റ് മറ്റേ കണ്ടന്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, ലൈവ് വീഡിയോസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഫേസ്ബുക്ക് വഴി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് സൈനപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം നിന്ന് സ്ക്രോൾ ചെയ്യും. ആ ഒരു സ്ക്രോളിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സംഭവം ആക്റ്റീവ് ആവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ആക്റ്റീവായിട്ട് കിട്ടും. അങ്ങനെ ആക്റ്റീവായി കിട്ടി കഴിഞ്ഞാൽ അതിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മതി. അതായത് നല്ല ഒരു കണ്ടന്റ്, അതായത് ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഒരു ജോയിൻ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നില്ലേ, അതുപോലെ അവർക്ക് വേണ്ട സംഭവങ്ങൾ, അവരെന്തെങ്കിലും സംഭവങ്ങൾ ചോദിക്കുക, എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതായത് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്ന അറിവുകൾ എന്താണെങ്കിലും അത് കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലരും നമ്മളെ സബ്സ്ക്രിപ്ഷൻ ചെയ്യും ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർ ഈ പറയുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കുക, എല്ലാം ഓക്കെ ആയിരിക്കും. ഓക്കെ.